ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി നമ്മുടെ PSCയുടെ പരീക്ഷയിൽ മെയിൻസിനാണെങ്കിലും അതുപോലെ തന്നെ പ്രിലിംസ് പരീക്ഷകളിലാണെങ്കിലും ഒരുപാട് ചോദിച്ചു കാണാറുള്ള ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് അയ്യങ്കാളിയുടെ ജീവിതത്തിലുള്ള ഐവൻസ് എന്ന് പറയുന്നത്. പരീക്ഷയുടെ വ്യൂ പോയിന്റിൽ മാത്രമല്ല, അല്ലാതെ കേരളം ഇന്ന് കാണുന്ന ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇതിനു മുൻപ് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള നവോത്ഥാന നേതാക്കൾ നടത്തിയിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ ഇന്ന് നമുക്ക് പഠിക്കാം അയ്യങ്കാളിയുടെ വീരോജ്വലമായ കഥ എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക നവോത്ഥാന നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അയ്യങ്കാളി. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കാലത്ത് കടുത്ത സാമൂഹിക അസമത്വങ്ങൾ നേരിട്ടിരുന്ന ഒരു ജനതയായിരുന്നു കേരളത്തിലെ ജനത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജനതയുടെ ഇടയിലേക്ക് ഇവർ നടത്തിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അയ്യങ്കാളി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കാളി എന്നാണ്. കാളി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഡിഗ്രി ലെവലിൽ മാത്രമല്ല, അല്ലാതെ ഉള്ള 10th ലെവല് +2 ലെവല് പരീക്ഷകൾക്കാണെങ്കിൽ പോലും സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ് അയ്യങ്കാളി ജനിച്ചത്, അദ്ദേഹത്തിന്റെ വീട് എന്താ, വീട്ടുപേരെന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പൊ എവിടെയാണ്? പെരുങ്കാട്ടുവിള വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. എവിടെയാണത്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്, അയ്യങ്കാളി എന്ന് പറയുന്നത്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചു. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചു. പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വർഷങ്ങൾ പഠിച്ചു വെക്കുക, അപ്പൊ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1893 എന്നുള്ളൊരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർഷത്തിൽ എന്ത് നടന്നു? അന്ന് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തില് അതുപോലെ തന്നെ രാജഭരണത്തിന്റെ കീഴിലും ഒരുപാട് പാതകൾ അന്ന് തിരുവിതാംകൂറിൽ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അന്ന് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇല്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു സമയത്ത് അയ്യങ്കാളി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വില്ലുവണ്ടി വാങ്ങിച്ചിട്ട്, വില്ലുവണ്ടി എന്ന് പറയുമ്പോൾ ഈ കാള ഓടിക്കുന്ന ആ ഒരു വില്ലുവണ്ടി വാങ്ങിച്ചിട്ട് അദ്ദേഹം വൃത്തിയുള്ള ശുഭ്ര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും വെങ്ങാനൂരേക്ക് ഒരു വില്ലുവണ്ടി യാത്ര നടത്തി. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവമായി അത് മാറി. കാരണം അന്ന് ഈ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന വഴിയിലൂടെ അദ്ദേഹം ഒരു വില്ലുവണ്ടിയിൽ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഉയർന്ന ജാതിയിലുള്ള ആളുകളും അതുപോലെ തന്നെ അന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അസമത്വങ്ങളൊക്കെ പിന്തുടർന്ന് വന്നിരുന്ന ആളുകളും അദ്ദേഹത്തെ വളരെയധികം എതിർക്കുന്നുണ്ട്. അങ്ങനെ അവര് വന്ന് അയ്യങ്കാളിയെ എതിർക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം വളരെയധികം ശാരീരിക ക്ഷമതയുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ എതിർപ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ വഴിയിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തുകയാണ്. ആ ഒരു യാത്രയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്നോ അന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക, 1893 വില്ലുവണ്ടി യാത്ര നടത്തി അയ്യങ്കാളി. പിന്നീട് 1905 അടുത്ത പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവുന്നത്. 1905 അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അപ്പോൾ പുലയ ജാതിയിൽപ്പെട്ട അദ്ദേഹം, പുലയ എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളാണ്. പുലയ ജാതിയിൽപ്പെട്ട ആളുകളെ പഠിപ്പിക്കുക, അവരെ അഭ്യസ്ത വിദ്യരാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം കുടിപ്പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയാണ്. ഇത്തരത്തില് ഈ കുടിപ്പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വൻ എതിർപ്പാണ് അന്നത്തെ സമൂഹത്തിൽ നിന്നും അദ്ദേഹം നേരിടേണ്ടി വരുന്നത്. അങ്ങനെ ഈ സ്കൂളുകളിൽ പഠിക്കാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുകയും ഈ സ്കൂളുകളൊക്കെ തീയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ അന്നുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം ഞങ്ങൾ മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് കൃഷി ചെയ്യേയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള ആദ്യത്തെ സംഘടിത കർഷക സമരം നടക്കുകയാണ്. എന്തിനെ ചൊല്ലിയാണ് ഇത് നടക്കുന്നത്? എന്തിനെ ചൊല്ലിയാണ്? ഈ പുലയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ആ ഒരു അവകാശം നിഷേധിച്ചതിനെ തുടർന്നാണ് അയ്യങ്കാളി ഇത്തരത്തിലുള്ളൊരു സമരമുറ പിന്തുടരുന്നത് എന്നുള്ളത് നോക്കി വെക്കാം. വർഷം കൂടി നോക്കുക, 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വളരെ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവുകയും വളരെ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുകയും ചെയ്തു അന്നത്തെ കാലഘട്ടത്തില്. പിന്നീട് അതേ തുടർന്ന് 1907
പുലയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടി 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയാണ്. 1907. അപ്പോ ഇതിനു മുമ്പേ സ്ഥാപിതമായിരുന്ന 1903 കാലഘട്ടത്തിൽ സ്ഥാപിതമായിട്ടുള്ള SNDP എന്ന് പറയുന്ന സംഘടന ഉണ്ട് അല്ലെ, അറിയാം SNDP എന്ന് പറയുന്ന സംഘടന. ഇതേക്കുറിച്ചുള്ള കൂടുതൽ നോട്ടുകളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചും SNDPയെ കുറിച്ചും പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള നോട്ടുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ SNDPയുടെ മാതൃകയിലാണ് ഈ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് 1907. ആരാണ് രൂപീകരിച്ചത്? അയ്യങ്കാളിയാണ് രൂപീകരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 1913 സാധുജന പരിപാലിനി എന്നുള്ള പേരില് ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ്. സാധുജന പരിപാലിനി എന്നുള്ളൊരു പേരില് ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുകയാണ് ഈ ഒരു സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ വർഷങ്ങളും കൂടെ നോട്ട് ചെയ്യണം, കാരണം അത് ചോദിക്കാറുണ്ട്. SNDP ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്, അത് നോക്കിയേക്കാം. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത് 1911 പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ THP ചെന്താരശ്ശേരിയുടെ ഒരു പുസ്തകമുണ്ട്, കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റി അയ്യങ്കാളി എന്നുള്ള പേരിലുള്ള ഒരു പുസ്തകം. അതിനകത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അയ്യങ്കാളി അന്ന് 1911 ഡിസംബർ 5 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുകയാണ്, നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണ്. ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുമ്പോൾ അന്ന് ശ്രീമൂലം തിരുനാളിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മോഡലിൽ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു. ആ സഭയിലേക്ക് അംഗമായതോടുകൂടി അയ്യങ്കാളിക്ക് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെയും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഒരു വേദി കിട്ടുകയാണ്. അപ്പൊ അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രക്ഷോഭങ്ങളും സമര രീതികളും ഒക്കെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു വേദി കിട്ടിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് 1912 ഫെബ്രുവരി 27 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നത്, അതുപോലെ അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആദ്യത്തെ ദളിത് വംശജനായിരുന്നു അയ്യങ്കാളി എന്ന് പറയുന്നത്. പിന്നീട് ശ്രീനാരായണ ഗുരുവുമായിട്ട് 1912 അയ്യങ്കാളി കണ്ടുമുട്ടുന്നുണ്ട്. ബാലരാമപുരത്ത് വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഏറെ പ്രധാനപ്പെട്ടിട്ട് ഇതിനു മുമ്പും ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് അയ്യങ്കാളി ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. 1937 വെങ്ങാനൂര് വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ടുമുട്ടുകയാണ് അയ്യങ്കാളി. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗാന്ധിജി അന്ന് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന സമയത്ത്. അതിനുശേഷം ഈ സാധുജന പരിപാലന സംഘം എന്നുള്ള ഒരു സംഘടനയുടെ പേര് 1938 പുലയ മഹാസഭ എന്നാക്കി മാറ്റുന്നുണ്ട്, പേര് മാറ്റുന്നുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1938 ഇത്തരത്തില് പേര് മാറ്റുന്നത്. പിന്നീട് നെടുമങ്ങാട് ചന്തലഹള നടക്കുകയാണ് 1912. എന്തിനെ ചൊല്ലിയിട്ടാണ് അത് നടന്നത്? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ചന്തയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് 1912 നെടുമങ്ങാട് ചന്ത ലഹള നടക്കുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ടിട്ടുള്ളൊരു പ്രക്ഷോഭമായിരുന്നു അന്ന് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം ഏറെ പ്രധാനപ്പെട്ടിട്ടുള്ള വളരെ വലിയ ചർച്ചയായിട്ടുള്ളൊരു സംഭവമാണ് 1915 നടന്നിട്ടുള്ള കല്ലുമാല സമരം അല്ലെങ്കിൽ പെരുന്നാട് ലഹള എന്ന് പറയുന്നത്. അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ കല്ലുമാല എന്ന് പറയുന്ന ഒരു ആഭരണം അണിഞ്ഞിരുന്നു. ജാതിയുടെ അടയാളമായിട്ട് അണിഞ്ഞു പോന്നിരുന്ന ഒരു ആഭരണമായിരുന്നു അത്. അന്ന് കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അണിഞ്ഞിരുന്ന തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ അണിയാനുള്ള ഒരു അവകാശം അവർക്ക് അന്ന് അനുവദിച്ചു കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊരു വലിയ ലഹളയാവുകയും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത്തരത്തിലുള്ള കല്ലുമാലകളൊക്കെ ഉപേക്ഷിക്കുക, ജാതിയുടെ അടയാളങ്ങൾ നമ്മളിങ്ങനെ ചുമന്ന് നടക്കേണ്ട കാര്യമില്ല എന്നൊരാശയം അദ്ദേഹം ജനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ 1915 കല്ലുമാല ലഹളയിൽ വെച്ചിട്ട്, കല്ലുമാല സമരത്തിൽ വെച്ചിട്ട് ഈ സ്ത്രീകളെല്ലാം കല്ലുമാല ഉപേക്ഷിക്കുകയും ചെയ്യാണ്. കൊല്ലത്തെ പെരുന്നാട് വെച്ച് നടന്നിട്ടുള്ളത് കൊണ്ടാണ് പെരുന്നാട് ലഹള എന്നുകൂടി അറിയപ്പെടുന്നത്. വർഷവും കൂടെ നോക്കി വെക്കുക, 1915 നടക്കുന്നത്. 1915 നടന്നിട്ടുള്ള പുലയ ലഹള അന്നത്തെ വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറുണ്ടായി.
എന്താണെന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പഞ്ചമി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയെ, പഞ്ചമി എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ തുടർന്ന് ഉയർന്ന ജാതിക്കാര് അതിനെ വിലക്കുണ്ടായി. അതായത് ഇങ്ങനെ ഒരു കുട്ടി പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടികളെ കൂടെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അവർക്കന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയായിരുന്നു. അങ്ങനെ അതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറി. ഉയർന്ന ജാതിയിൽപ്പെട്ടവർ രാത്രി സമയത്ത് വന്ന് സ്കൂള് കത്തിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അന്ന് ഈ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്ന അയ്യങ്കാളിയെ അവിടെ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ തുടർന്ന്. പിന്നീട് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു ലഹളയായിട്ട് മാറി. ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു പുലയ ലഹളയാണ്. 1915 അത് നടന്നിട്ടുള്ളത്. അപ്പോൾ കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നതിനെ തുടർന്നും അന്നത്തെ കർഷക സമരത്തെ തുടർന്നുമൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക്, ഈ ഒരു പുലയ ജാതിയിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്കൂൾ പ്രവേശനം നൽകുന്നുണ്ട്. അത് നൽകിയിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ്. അന്ന് ശ്രീമൂലം തിരുനാളായിരുന്നു ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീമൂലം തിരുനാളാണ് അങ്ങനെ ഈ അധസ്ഥിതരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുന്ന രാജാവ് എന്ന് പറയുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതിനു ശേഷം അയ്യങ്കാളി ഏകദേശം 28 വർഷത്തോളം ആ ഒരു സഭയിൽ തന്നെ തുടർന്നു. ഏറ്റവും കൂടുതൽ കാലം ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുന്ന ദളിത് വംശജൻ എന്ന് പറയുന്നത് അയ്യങ്കാളി തന്നെയാണ്. 1941 ജൂൺ 18 അയ്യങ്കാളി മരിച്ചു. അതുവരെയും അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രക്ഷോഭങ്ങള്, സമൂഹത്തിൽ അദ്ദേഹം ചെലുത്തിയിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ്, അതിന്റെ കൂടി പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമത്വവും സാഹോദര്യവും എന്നൊക്കെ പറയുന്നത്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ വെള്ളയമ്പലത്ത് സ്ഥാപിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് 1980 അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിച്ചു. ഇസ്രാ ഡേവിഡ് ആണ് അതിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇസ്രാ ഡേവിഡ് ആണ് ഈ ഒരു അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത്. പ്രതിമ അനാച്ഛാദനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയാണ് 1980. അന്ന് ഇന്ദിരാഗാന്ധി ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന വേളയിൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിക്കുകയുണ്ടായി. അത് നമ്മുടെ പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുള്ള പോയിന്റ് കൂടിയാണ്. 2002 ഓഗസ്റ്റ് 12 അയ്യങ്കാളിയോടുള്ള ആദര സൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി തപാൽ വകുപ്പ്. ഓക്കെ, അയ്യങ്കാളിയുടെ സ്മാരകം അറിയപ്പെടുന്നത് ചിത്രകൂടം എന്നാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം ചിത്രകൂടം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കടുത്ത ജാതീയമായിട്ടുള്ള ആ ഒരു അസമത്വങ്ങള് നേരിട്ടിരുന്ന ഒരു സമൂഹത്തില് വളരെ ധീരതയോടുകൂടി പോരാടിയ ഒരു വ്യക്തിത്വമാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരും ഈ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം വിജയകരമായിട്ടുമുണ്ട്. ഇതെല്ലാം നമ്മൾ PSC പരീക്ഷകൾക്ക് പഠിച്ച് മറന്നു പോകുന്ന ഒരു ടോപ്പിക്ക് മാത്രമല്ല, നമ്മുടെ ചരിത്രം, ആ ചരിത്രത്തിൽ നിന്നും ഇന്ന് ഈ സമൂഹം എന്തായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അവബോധം കൂടിയാണ് ഈ ഒരു ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത്. ഇനി പരീക്ഷയുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാനുള്ള ഒരു ഭാഗം കൂടിയാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇനി നമുക്ക് SI, LSTS ഇതിന്റെയൊക്കെ പരീക്ഷകൾ വരുന്നുണ്ട്, മെയിൻസ് എക്സാമുകൾ. ഇത് കൂടാതെ KASന്റെ പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള ലീഡേഴ്സിന്റെ ഇൻഫ്ലുവൻസുകളെ കുറിച്ചൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത്. സമൂഹത്തിലുള്ള സമത്വത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും പോരാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ EK നായനാർ അയ്യങ്കാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അയ്യങ്കാളിയെ കുറിച്ച് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തില് നമ്മൾ അവിടുന്ന് പഠിക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് KS മെന്ററിന് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഡിഗ്രി ബാച്ചുകൾ, KSന്റെ ബാച്ച്, അതുപോലെ തന്നെ SIയുടെ ബാച്ചൊക്കെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇതുപോലെ തന്നെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്താറുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ രസകരമായിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.